വിവാഹത്തെ പ്രതിരോധിക്കാൻ സ്റ്റൈപ്പൻഡ് പദ്ധതിയുമായി അസം സർക്കാർ. +1 മുതൽ PG വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് സംസ്ഥാന സർക്കാർ പ്രതിമാസം ധനസഹായം പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി നിജൂത് മൊയ്ന എന്ന പേരിട്ട പദ്ധതി പ്രകാരം ഓരോ വിദ്യാർത്ഥിക്കും പരമാവധി 2500 രൂപ വരെയാണ് നൽകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രം 5000-ഓളം പേരെ ശൈശവ വിവാഹം നിരോധന നിയമപ്രകാരം അസമിൽ അറസ്റ്റ് ചെയ്തെന്ന് കണക്കുകൾ. പുതിയ പദ്ധതികളിലൂടെ സംസ്ഥാനത്തെ 2 ലക്ഷം പെൺകുട്ടികളുടെ കൂടി വിദ്യാഭ്യാസത്തിൽ എത്തിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. 1500 കോടി രൂപയാണ് പദ്ധതിക്കായി 5 വർഷത്തേക്ക് കണക്കാക്കുന്ന ചെലവ്. ഏതാണ്ട് 10 ലക്ഷം പെൺകുട്ടികൾക്ക് ഗുണം ലഭിക്കുന്ന PG ക്ലാസുകൾക്ക് മുൻപ് വിവാഹിതരാവുന്ന പെൺകുട്ടികൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കില്ല. വിവാഹം കഴിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റേറ്റ്മെന്റ് അർഹതയുണ്ടാവൂ. പെൺകുട്ടികളുടെ വിവാഹം വൈകിപ്പിക്കുകയും അതുവഴി അവരെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കാനും തനിക്കും കുടുംബത്തിനും വേണ്ടി സാമ്പത്തികം അവരെ പ്രാപ്തരാക്കുകയും മാത്രമാണ് പദ്ധതിയുടെ ഒരേയൊരു ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. +1, +2 ക്ലാസുകളിൽ പഠിക്കുന്നവർക്ക് മാസം 1000 രൂപ വീതവും ഡിഗ്രി ക്ലാസുകളിൽ പഠിക്കുന്നവർക്ക് മാസം 1250 രൂപ വീതവും PG ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് മാസം 2500 രൂപയും വീതമാണ് സ്റ്റേറ്റ്മെന്റ് ലഭിക്കുക. മന്ത്രിമാരുടെയും MLA-മാരുടെയും MP-മാരുടെയും മക്കളെയും സ്വകാര്യ കോളേജുകൾ പഠിപ്പിക്കുന്നവരെയും പദ്ധതിയിൽ നിന്നും ഒഴിവാക്കും. മറ്റുള്ളവർക്കെല്ലാം കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ സ്റ്റേറ്റ്മെന്റ് നൽകും. സംസ്ഥാനത്ത് വേനൽ അവധിക്കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ പണം ലഭിക്കില്ല. വർഷം 10 തവണകളായി വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നേരിട്ട് നിക്ഷേപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശൈശവ വിവാഹങ്ങൾ അവസാനിപ്പിക്കുന്നതിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായ പദ്ധതിയുമായാണ് അസം സർക്കാർ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് എല്ലാ മാസവും സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ലോക് സേവാ ഭവനിൽ തുടക്കമിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി നിജൂത് മൊയ്ന അസോണി എന്ന പേരിൽ പദ്ധതിയുടെ പ്രയോജനം 10 ലക്ഷത്തോളം പെൺകുട്ടികൾക്ക് ലഭ്യമാകും. ആദ്യ വർഷം ഖജനാവിൽ നിന്ന് 300 കോടി രൂപയും 5 വർഷ കാലയളവിൽ 1500 കോടി രൂപയുമാണ് പദ്ധതിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാർ നൽകുന്ന വിവരങ്ങളനുസരിച്ച് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലൂടെ സ്കൂളുകളും കോളേജുകളിലും സർവകലാശാലകളിലും പെൺകുട്ടികളുടെ പ്രവേശനം അനുപാതം വർദ്ധിക്കുകയും ചെയ്യും. കൂടാതെ ഈ വർഷം 20,000 പെൺകുട്ടികൾ കൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ ശൈശവ വിവാഹങ്ങൾ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇത് പറഞ്ഞത്. 2019-21 ദേശീയ കുടുംബാരോഗ്യ സർവേയിൽ 20-24 വയസ്സിനിടയിൽ 31.8% സ്ത്രീകളും അമ്മമാരായെന്ന് കണ്ടെത്തി. നിയമപരിധി അംഗീകരിച്ച 18 വയസ്സിന് മുൻപേ തന്നെ ഈ സ്ത്രീകൾ ഭൂരിഭാഗവും വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നും ഇത് സൂചിപ്പിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പുതിയ പദ്ധതി കൂടുതൽ പെൺകുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും അല്ലെങ്കിൽ ഉന്നത പഠനത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമ്പത്തികമായി സ്വതന്ത്രമാകുന്നതിനും ഉചിതമായ പ്രായത്തിൽ വിവാഹിതരാകുന്നതിനും ലക്ഷ്യമിടുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.